എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ക്രിസ്മസ് തീം കേക്കാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ വളരെ ഈസിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കേക്കുമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നോസിൽ പോലും വേണ്ട, അതുപോലെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ 2 തീം കേക്കുകളും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരുപാട് പെർഫെക്ഷനൊന്നും ആകാത്ത ആൾക്കാരുണ്ടല്ലോ കേക്കിൽ, ബിഗിനേഴ്സായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 2 കേക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബേസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളാം. ഒരുപാട് ബേസ് ചെയ്തിട്ടുണ്ട്. ക്രീം കേക്കായിട്ടും സ്പഞ്ച് കേക്കായിട്ടും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടിരിക്കുന്ന ഒരു കേക്കിൻ്റെ മുതലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫ്രൂട്ടോ എന്താ വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് ഔട്ടർ ഡെക്കറേഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ബാസ്ക്കറ്റ് വീവിങ് നോസിൽ വെച്ചിട്ടാണ് ആദ്യം ഔട്ടർ കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരേ രീതിയിൽ ബിഗിനേഴ്സിനൊക്കെ നമ്മൾ സ്പാച്ചുല വെച്ച് ക്രീം എടുത്തു കഴിഞ്ഞാൽ അത് പലയിടത്തും പല ഘനമായിട്ടായിരിക്കും വരിക. ഇതിപ്പോൾ ഒരേ കട്ടിയിൽ എല്ലായിടത്തും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ബാസ്ക്കറ്റ് വീവിങ് നോസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റായിട്ടുള്ള നോസിൽ വെച്ചിട്ട് ചെയ്താൽ, ഇനി ഒന്നുമില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഔട്ടർ കോട്ടും കൂടെ ഞാനൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ഈ ഒരു തീം കേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു വീട് പോലെ ചെയ്യാനായിട്ട് 2 കേക്കിൻ്റെ പീസ് ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ പീസ് എടുത്താലും മതി. ഞാൻ ഈ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള പീസുകളുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിലും ഓരോ ചെറിയ പീസും മുകളിൽ വീണ്ടും ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു വീടിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴും പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്, മഞ്ഞിൻ്റെയൊക്കെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്ന് ലെവലാക്കി കൊടുത്തേച്ചാൽ മതി, വളരെ ഷാർപ്പ് എഡ്ജൊന്നും വരുത്തി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് കളർ മിക്സ് ചെയ്യാൻ. അപ്പോൾ ക്രീം നമുക്ക് ഒട്ടും വേസ്റ്റ് ആവുകയില്ല. എന്നിട്ട് ഞാനൊരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. നോസിലിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ നമുക്ക് ചെറിയ ചെറിയ ട്രീസ് അവിടെ വന്നു. ക്രിസ്മസ് ട്രീ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഞാനിവിടെ ഒരു വലിയ നോസിലാണ് എടുത്തിരിക്കുന്നത്. ഈ കേക്കിൻ്റെ ചുറ്റും ക്രിസ്മസ് റീത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു റൗണ്ടിൽ ഒരു സർക്കിൾ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനം എടുത്തിട്ട് നമ്മൾ കേക്കിന് ചുറ്റിനും ഒരേ ഗ്യാപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്കൊരു മാപ്പ് അവിടെ കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് ആ ഒരു സർക്കിളിലേക്ക് നമ്മൾ ആ സെയിം നോസിൽ നമ്മൾ ട്രീ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ നോസിൽ ഉപയോഗിച്ച് തന്നെ ഞാൻ ഒന്ന് പ്രസ് ആൻഡ് റിലീസ് ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പൂ പോലെ നമുക്ക് കിട്ടും. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ എല്ലാ സർക്കിളും ഫില്ല് ചെയ്ത് കൊടുക്കുക. നോസിലൊന്നും കയ്യിലില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ക്രീം എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ പ്രസ് ആൻഡ് റിലീസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് റീത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേലുള്ള ഡെക്കറേഷൻ ചെയ്യുന്നത് അടുത്ത കളർ മിക്സ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിസൈനും ചെയ്തതിന് ശേഷം മാത്രം അടുത്ത കളറിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഒട്ടും ക്രീം വേസ്റ്റ് ആവാതെ വരും. അപ്പോൾ ഞാൻ ആ ക്രീം സെയിം നോസിൽ തന്നെ വെച്ചിട്ടാണ് അടിയിലത്തെ ബോർഡറും കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഗ്രീൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്ത നോസിൽ ഇതാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് റീത്തിന് കൊടുത്തതും അടിയിലത്തെ ബോർഡർ കൊടുത്തതും ട്രീക്ക് വേണ്ടി കൊടുത്തതും ആ നോസിലായിരുന്നു. ഇപ്പം ഞാൻ ആ നോസിലൊന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ലീഫിൻ്റെ നോസിലാണ് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ലീഫ് നോസിലില്ലാത്തവർ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒരു W പോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് 3 സൈഡിലേക്കും ജസ്റ്റ് ഒന്ന് ലീഫ് പോലെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കൊണ്ടുള്ളത് മാത്രം ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഭംഗി തോന്നാത്തത്. ബാക്കിയുള്ള കളേഴ്സ് വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ കേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം എടുത്ത ആ നോസിൽ തന്നെ എടുത്തിട്ട് റെഡ് കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീനിൻ്റെ എല്ലാ വർക്കും നമ്മുടെ കഴിഞ്ഞു. ഇനി റെഡ് കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ താഴെ ബോർഡർ കൊടുത്തില്ലേ, അതേ നോസിൽ തന്നെ ഉപയോഗിച്ചിട്ട് റെഡ് കളർ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ, അതായത് ഒരു വൈറ്റിൻ്റെ എല്ലാം കഴിഞ്ഞു, പിന്നെ അതിലേക്ക് ഗ്രീൻ ചേർത്തു,
അതിനുശേഷം അടുത്ത കളർ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ശകലം പോലും ക്രീം വേസ്റ്റ് ആവാതെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് തന്നെയല്ല, കളർ ചെയ്ത ക്രീമും നമുക്കധികം വേസ്റ്റ് ആവാതെ ചെയ്യാൻ പറ്റും. ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ്. നമുക്ക് റഫായിട്ടൊന്ന് വരച്ചിട്ടൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ നമ്മളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്രീമിലേക്ക് കളർ ചേർത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ ഇരിക്കും. അപ്പോൾ ഞാൻ റൗണ്ടായിട്ടുള്ള ഒരു നോസിലെടുത്തിട്ട് വെറുതെ ഒന്ന് പ്രസ് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയുടെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഏറ്റവും ചെറിയ റൗണ്ട് നോസിലിട്ടിട്ട് ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പല കളറിലുള്ള സ്പ്രിങ്കിൾസൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ചെറിയ ബീഡ്സ് പോലെയൊക്കെ ഉള്ളത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ആ റെഡ് കളർ കൊണ്ട് തന്നെ ഒരു ബോയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ റീത്തിനും ഒരു ബോയും കൂടെ കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ പ്രസ് റിലീസ് ചെയ്തിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് ഇനി വേറെ കളറും കൂടെ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. അപ്പം ബോ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർ ഒന്ന് ശ്രദ്ധിച്ചോളുക. വെറുതെ ഒന്ന് സി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിട്ട് താഴോട്ടൊന്ന് വരച്ച് കൊടുത്താൽ നല്ല ബോയുടെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു സ്നോമാനെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വൈറ്റ് കളർ ഇനി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ക്രീം, അപ്പോൾ അത് വെച്ചിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഒന്ന് റെഡ് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും വൈറ്റ് കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്യാപ്പ് പോലെ വീണ്ടും റെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്നോമാനാവും. പിന്നെ ഒരു കണ്ണും മൂക്കും ഒക്കെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ക്രിസ്മസ് പാപ്പ ഉള്ളതാണ്, സ്റ്റാച്യു ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വൈറ്റും റെഡും ക്രീമും കൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലിപ്പം സ്റ്റാച്യു ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ ഷേപ്പിൽ നമ്മൾ റെഡും വൈറ്റും കൂടെ ക്രീം വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ സ്നോമാന് കണ്ണും ബട്ടണും കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് വൈറ്റ് ക്രീം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്, മഞ്ഞ് കട്ടയുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ, വളരെ സിമ്പിളായിട്ടല്ലേ നമ്മളിത് ചെയ്തത്. എന്നിട്ടൊരു നമ്മുടെ ഒരു മെറി ക്രിസ്മസിൻ്റെ ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുത്താലും മതി. അപ്പോൾ വീടിനുള്ള ചോക്ലേറ്റ് ലാസ്റ്റ് ഞാൻ ആ കണ്ണും മൂക്കും ഒക്കെ കൊടുത്ത സമയത്ത് ഒരു വാതിൽ പോലെയും കൂടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീടിന് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് തീം കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഇങ്ങനെ അടുത്തില്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ ഇപ്പോൾ എല്ലാവർക്കും ബേക്ക് ചെയ്യാനും ക്രീം കേക്ക് ചെയ്യാനും ഒക്കെ അറിയാവുന്നതല്ലേ. അപ്പോൾ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ അഭിപ്രായം അറിയിക്കണേ. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ആർക്കും ഒരു നോസിൽ പോലും വേണ്ടാത്ത ഒരു ക്രിസ്മസ് തീം കേക്കിലേക്ക് പോകാം. അതും ബേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഇതേപോലെ വളരെ സിമ്പിളാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനും, പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. ഇതിൻ്റെയും ബേസ് ഒന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് ചെയ്തോളുക. എന്നിട്ട് ക്രം കോട്ട് ചെയ്യുക ആദ്യം, എന്നിട്ട് ഔട്ടർ കോട്ടും കൂടെ കൊടുക്കുക. ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഡെക്കറേഷനൊക്കെ അതിൻ്റെ മുകളിൽ വരുമ്പം ഒരുപാട് നേരം ഇട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് ഭയങ്കരമായിട്ട് ഷാർപ്പ് എഡ്ജൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരുമാതിരി വൃത്തിക്കൊന്നും ആക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ഏറ്റവും ചെറിയൊരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. നോസിലില്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വെറുതെ ഒന്ന് അങ്ങോട്ട് വരച്ച് ലൈൻ പോലെ കൊടുത്ത് ഒരു ട്രീയുടെ ഷേപ്പിലേക്ക് ഞാൻ ആക്കിയെടുക്കുവാണ്. ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴും അധികം പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ മുകളിലൊക്കെ ഇനി ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ വരുന്നതല്ലേ, അപ്പോൾ അതിന് ആ ഒരു ട്രീയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ അതിനൊരു സ്റ്റെമ്മ് പോലെയും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി ഗ്രീൻ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വെറുതെ സിമ്പിളായിട്ടൊരു ലീഫ് പോലെ ഞാൻ വരച്ച് കൊടുക്കുവാണ്. നമ്മുടെ ചെറിയുടെ ആ ഒരു ലീഫ് പോലെ ഇങ്ങനെ യു പോലെ ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ 3 ലീഫ് വെച്ചിട്ട് 3 സൈഡിലായിട്ടും ചെയ്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയ ബ്രഷ് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് സാധാരണ പെയിൻ്റൊക്കെ ചെയ്യാനായിട്ട് വാങ്ങിക്കുന്ന ബ്രഷാണ്. ഞാൻ കേക്കിന് വേണ്ടി ഇത് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി.
സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ക്രീം വരാതെ ചെയ്യുവാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരും നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്തോളുക. ഇനി നമുക്ക് റെഡ് കളർ മിക്സ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ആൻഡ് റിലീസ് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് നോസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ ചെറി പോലെ ചെയ്ത് കൊടുക്കാനാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ റെഡ് ക്രീം കൊണ്ട് ഈ ട്രീയിലും ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കാം. അപ്പം ട്രീക്കൊരു ഗ്രീനിൻ്റെ മുകളിൽ ഒരു റെഡ് കളർ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പ്രസ് ആൻഡ് റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാറിൻ്റെ നോസിലൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേക്കിൽ ചെയ്തതുപോലെ തന്നെ ഒന്ന് പ്രസ് ആൻഡ് റിലീസ് ചെയ്താൽ മതി. അതിപ്പം വേറെ നോസിലൊന്നും ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം വെറുതെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ആൻഡ് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് നല്ല ഭംഗിയായില്ലേ. ഇനി നമുക്ക് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. ഇനി കുറച്ചൊരു യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ആ ട്രീയിൽ വെറുതെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ഡെക്കറേഷൻ പോലെ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ട്രീയിൽ ബൾബ് മാലയൊക്കെ സെറ്റ് ചെയ്യില്ലേ, അതേപോലെ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും സ്പ്രിങ്കിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വെറുതെ ഇതിപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ റെഡ് കളർ കൊണ്ട് മെറി ക്രിസ്മസ് എന്ന് എഴുതി കൊടുത്തിട്ട് ക്രിസ്മസ് പപ്പേനയും കൂടെ ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്കത് അനലിറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.